ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇതുവരെ നമ്മൾ 17 ദശകങ്ങൾ പഠിച്ച് ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞു. അടുത്തതായി 18ാമത്തെ ദശകം ആരംഭിക്കാം. ശ്രീമന്നാരായണീയം ദശകം 18 പൃഥുചരിതം. ശ്ലോകം 1. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേരംഗസ്യ വ്യജനിസുതഃ സവേന നാമ തദ്ദോഷവ്യഥിതമതിഃ स രാജവർയസ്ത്വത്പാദേ നിഹിതമനാ വനം ഗതോऽഭൂത്. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. ജാതസ്യ ധ്രുവകുല. ധ്രു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ധ്രുവകുല ഏവ തുംഗകീർത്തേർ അംഗസ്യ. ചേർത്ത് ചൊല്ലുമ്പോൾ തുംഗകീർത്തേരംഗസ്യ. വ്യജനി വ്യ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. വ്യജനി സുതസ്സവേന നാമ. സുത എന്ന് കഴിഞ്ഞിട്ട് വിസർഗ ഇട്ടിട്ട് പറയുകയാണെങ്കിൽ ഒരു സാന്ന് മതി. സുതസ്സവേന നാമ അങ്ങനെ മതി. ചേർത്ത് ചൊല്ലുമ്പോൾ സുതസ്സവേന നാമ 2 സാന്ന് വേണം. വേനൻ എന്നൊരാളുടെ പേരാണ്. വേന നാമ 2 നാന്ന് അടുത്തടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വേന, അടുത്തത് നാന്നാണ് വരിക. അടുത്ത വാക്കാണത്. വേന നാമ. തദ്ദോഷവ്യഥിതമതിസ്സ. തദ്ദോഷ. തത് ദോഷ എന്നുള്ളത് ചേർത്തെഴുതുമ്പോൾ തദ്ദോഷ എന്ന് വരും. ദ എന്നുള്ളത് മെല്ലെ നൂന്നി പറയണം. തദ്ദോഷ വ്യഥിത. വ്യഥി. ഥി എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വ്യഥിത മതി. ഇവിടെ അതേപോലെ തന്നെയാണ്. മതി അങ്ങനെ അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ ഒരു സാന്ന് മതി. സ രാജവർയസ്ത്വത്പാദേ അങ്ങനെ വരും. അപ്പോൾ അവിടെ വിസർഗം ഇല്ലാതെ ചേർത്ത് ചൊല്ലുകയാണെങ്കിൽ തദ്ദോഷവ്യഥിതമതി സ രാജവർയ അങ്ങനെ വരും. രാജവർയ എന്ന് കഴിഞ്ഞിട്ട് ചെറിയൊരു വരണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വാക്കും കൂടിയും ചേർത്ത് ചൊല്ലണം. രാജവർയസ്ത്വത്പാദേ. ത്വത് പാദേ എന്നാണ്. അത് ചേർത്ത് ചൊല്ലുമ്പോൾ സ്ത്വത് എന്ന് വരും. സാന്നും കൂടി വരും. സ്ത്വത്പാദേ. പാദേ എന്നുള്ളതിൻ്റെ ദ എന്നൊക്കെ ദയലത്തെ ദ എന്നാണ്. നിഹിതമന. നിഹിതമന. വനം ഗത അഭൂത്. വനം ഗത അഭൂത് എന്നാണ്. ഇവിടെ അവഗ്രഹ ചിഹ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഗതോന്ന് നീട്ടിയിട്ട് ഭൂത് എന്ന് പറഞ്ഞാൽ മതി. ഗതോ ഭൂത് അങ്ങനെ നിർത്താം. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേരംഗസ്യ വ്യജനിസുതഃ സവേന നാമ തദ്ദോഷവ്യഥിതമതിഃ स രാജവർയസ്ത്വത്പാദേ നിഹിതമനാ വനം ഗതോऽഭൂത്. അടുത്തത് 2ാമത്തെ ശ്ലോകം. പാപോപി ക്ഷിതിതലപാലനായ വേന പൗരാദ്യൈരുപനിഹിത കഠോരവീര്യ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാന്യയം ന്യരൗത്സീത്. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. പാപ അപി അത് ചേർത്തിട്ട് പാപോപി ക്ഷിതിതലപാലനായ. ക്ഷിതി എന്നുള്ളതിൻ്റെ ക്ഷീന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. വേന അവിടെ വിസർഗമുണ്ട്. അപ്പം അങ്ങനെ നിർത്തണം. പൗരാദ്യൈർ ഉപനിഹിത ചേർത്തിട്ട് പൗരാദ്യൈരുപനിഹിത അവിടെ വിസർഗമുണ്ട്. അപ്പം അങ്ങനെ നിർത്തണം. കഠോരവീര്യ അവിടെയും വിസർഗമുണ്ട്. അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. കഠോര ഠ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സർവേഭ്യോ.
ഭ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നിജബലമേവ, നിജ ബല, ബ എന്നുള്ളത് ബാലൻ എന്നുള്ളതിലത്തെ ബ എന്നാണ്. നിജബലം ഏവ അത് ചേർത്തിട്ട് നിജബലമേവ സംപ്രശംസൻ. ഭൂചക്രേ, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തവ യജനാനി അയം അത് ചേർത്തിട്ട് യജനാന്യയം. ന്യരൗത്സീത്, ന്യരൗത്സീത്. ത് സി അത് ചേർത്താണ് സി എന്ന്, സി ത് സി, ന്യരൗത്സീത്. അങ്ങനെ നിർത്താം. പാപോപീക്ഷിതിതലപാലനായ വേന പൗരാദ്യൈരുപനിഹിത കഠോരവീര്യ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാന്യയം ന്യരൗത്സീത്. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.